ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അഖിൽ മാരാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയണം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഉണ്ടല്ലോ, ഈ ചെകുത്താൻ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. ഇപ്പൊ അഖിൽ മാരാറിനെ കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് എയറിൽ നിർത്തിയിരിക്കുകയാണ്, താഴോട്ട് ഇറക്കിയിട്ടില്ല. പല ആളുകളും വന്നിട്ട് ഇവനെ എടുത്തിട്ട് അങ്ങോട്ട് കീറുന്നുണ്ട്. ഇവൻ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയെ വളരെ മോശമായ രീതിയിൽ പുച്ഛിച്ച് പരിഹസിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വൃത്തികെട്ടവനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അന്ന് ഇവനെ ഏറ്റവും കൂടുതൽ ആളുകൾ പഞ്ഞിക്കിട്ടതും സംഘികൾ തന്നെയായിരുന്നു. സംഘികൾ ഇവനെ എവിടെ കിട്ടിയാലും വലിച്ചു കീറാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഈ മരവാണം അന്ന് ഒളിവിൽ പോയി, പിന്നീട് ജാമ്യം ലഭിച്ചതിന് ശേഷം പുറത്തു വന്നു. പക്ഷെ ഇവന്റെ നിലനിൽപ്പാണ് ഇവൻ നോക്കിയെന്നുള്ളതാണ്. അല്ലാതെ ഇവന് ഈ പറയപ്പെടുന്ന പോലെ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവൻ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പല വേദികളിലും വി ഡി സതീശൻ എൻ്റെ റോൾ മോഡലാണ്, കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര പാർട്ടിയാണ് എൻ്റെ പാർട്ടി, ഞാൻ ഗാന്ധിജിയുടെ മാർഗത്തിലാണ് എന്നൊക്കെ വന്നിരുന്നുകൊണ്ട് ഘോരം പ്രസംഗിച്ച് അന്ന് സംഘികളുടെ കിട്ടിയിരുന്നെങ്കിൽ ഇവന്റെ രണ്ട് കാലിലും പിടിച്ച് അവർ വലിച്ചു കീറി ഇവനെ നിലത്തടിക്കുമായിരുന്നു. എന്താണെങ്കിലും വലിയ ധൈര്യശാലിയൊക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ ഇവനൊരു ഒന്നാം തരം ഫ്രോഡാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പം ഈ 2020 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇവനിപ്പോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവാണ്. കാരണം ഡയറക്റ്റ് ഇവനെ BJP എടുക്കത്തില്ല. അന്ന് ഇവൻ BJP കുറിച്ച് പറഞ്ഞതൊക്കെ അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്തായാലും ഈ വേട്ടാവളിയും ചേർന്ന പ്രസ്ഥാനം ഇപ്പം ഈ ചാണകവും ഗോമൂത്രമായിട്ട് ലയിച്ചിരിക്കുകയുള്ളു. ഏത് നമ്മുടെ 2020. അപ്പൊ ആ 2020യുടെ ഭാഗമാകുമ്പോഴത്തേക്ക് ED ഒന്നും ഇവനെ ചൊറിയാൻ വരുത്തില്ല എന്നുള്ളൊരു ധാരണ ഇവനിക്കുണ്ട്. ഇവൻ ഏത് മണ്ഡലത്തിൽ നിന്നാലും 8 നിലയിൽ പൊട്ടി പണ്ടാരം അടങ്ങുമെന്നുള്ളത് കേരളത്തിലെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ. കാരണം ഇവനെക്കാട്ടി വലിയ വേന്ദ്രൻ വന്നിട്ട് കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് അവരവരുടെ കറക്റ്റ് ആ ഒരു തനി സ്വരൂപം അവർ കാണിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് ഇവിടെയും നടക്കാൻ പോവുകയാണ്. ഇവൻ 6ാമതൊരു സ്ഥാനാർത്ഥി ഉണ്ടെന്നുണ്ടെങ്കിൽ 6ാം സ്ഥാനത്തേക്ക് ഇവൻ പിന്തള്ളുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്താണേലും നമ്മുടെ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, അവൻ എടുത്തിട്ട് കീറി ഇവനെ ഭിത്തിയിലൊട്ടിക്കുന്ന ഒരു കിഡിലൻ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണാതെ പോരുത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ഇവനെ കുറിച്ച് പറയാനുണ്ട്. വാ. 2020 എന്ന് പറഞ്ഞപ്പോഴേ 2020 പാർട്ടി പോയി ചേർന്നിട്ടുണ്ട്. എനിക്കൊന്നും അത് അങ്ങനെ ആയിരിക്കില്ല. എനിക്കറിയാൻ വല്ല 2020 ക്രിക്കറ്റ് മാച്ച് എവിടെയെങ്കിലും നടക്കണ്ടെന്നൊക്കെ അറിഞ്ഞു അങ്ങനെ വല്ലതും തോന്നിട്ട് പോയി ചേർന്നായിരിക്കും. പുള്ളി അങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. മനസ്സിലായോ? എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആയിരിക്കും വിചാരിച്ചതേ. അല്ലെങ്കിൽ ഇവൻ എന്താണ് BJP ആയിട്ട് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ്. മനസ്സിലാവട്ടെ, ആണെന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് അവൻ NDAയുടെ ഭാഗമായിട്ടുള്ള 2020 പോയി ചേർന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെന്താ സംഭവിച്ചെന്നറിയാവോ? ഇവൻ ചെന്നിട്ട് ചോദിച്ചു ഇങ്ങനെ എന്നെ കൂടെ ടീമിലെടുക്കാവോന്ന്. അപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങനെയല്ല. അപ്പൊ അവർക്ക് മനസ്സിലായി ഏതൊരു പൊട്ടനാന്ന്. എന്നാ മോനെ കളിപ്പിക്കാന്ന് പറഞ്ഞു. എടുത്ത ടീം സാബുവാണോ? സാബുവിനെ അത് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലടോ, അവർക്ക് കാര്യം മനസ്സിലായില്ലേ? ഇവനെ കളിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ഇവൻ വെയിറ്റ് ചെയ്തിരിക്കുക. ബാറ്റും പാടും ഒക്കെ ഇപ്പൊ വരും, ഹെൽമെറ്റ് ഒക്കെ എന്തായാലും ഞാൻ വാമപ്പ് ചെയ്തോണ്ടിരിക്കും വീട്ടിൽ. 2020 ടീമിൽ എടുത്തിട്ടുണ്ട്. മാച്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല എന്തിനു കൊള്ളാം. അതായത് നന്നായി ഒരു വ്യക്തി നോക്കിയ ആരും എടുക്കത്തില്ലായിരിക്കും. ഇവൻ എല്ലായിടത്തും നിരങ്ങി. മനസ്സിലായോ? കോൺഗ്രസ്, BJP സകലയിടത്തും നിരങ്ങി നോക്കി. പക്ഷെ ആരും അടുപ്പിച്ചില്ല. അപ്പൊ ഇവർക്ക് വേറൊന്നും കിട്ടാനില്ലാത്തോണ്ടായിരിക്കും തോന്നുന്നു. ഒരു സൈഡിൽ കൂടെ ഭയങ്കര പരിപാടിയാ, പൊട്ടി നാശമാവും. വെറുതെ കുളമാക്കാം കുറച്ചുകൂടെ അല്ലടോ. ശരിയാ. ഇപ്പൊ വേറെ കാര്യമുണ്ട് രാഷ്ട്രീയത്തിൽ, ഇങ്ങനത്തെ മണ്ടന്മാരാ. കോമഡി വേറൊരു കോമഡിയാണ്. ഇന്ത്യയിൽ മുഴുവൻ രാഹുൽ ഗാന്ധിയൊക്കെ മറ്റേ ടേക്ക് ഓവർ ചെയ്യുന്ന പോലത്തെ, അല്ലെങ്കിൽ ആളുകൾ ഇതെല്ലാം ഇതിനെതിരെയുള്ള റിയാക്ഷൻസും പരിപാടികളൊക്കെ മൂഡ് മാറുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തിലെ കുറെ അണ്ണന്മാര് BJP ചേരാൻ പോകുന്നത്. അതായത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ പരിപാടി വൈൻഡപ്പ് ആവാൻ പോകുന്ന സാഹചര്യം വരുമ്പോ ഇവിടെ കുറച്ച് ചേട്ടന്മാര് BJP ജോയിൻ ചെയ്യാം. അതേ നല്ല കാര്യമാണ്. തീരട്ടങ്ങോട്ട് എവിടൊക്കെ ഇനി ജോയിൻ ചെയ്യാൻ കിടക്കുന്നു. ഞാൻ പറയുന്നത് നമ്മളിപ്പോ 2000 ക്ലീൻ സ്റ്റേറ്റ് ഇത്ര ഉള്ളപ്പോ ഇവിടെ ഇനി BJPക്ക് എന്ത് റോളെന്നാ പറയണത്? ഇനിയിപ്പോ 2036 എന്റെ പാർട്ടി വരുന്നുണ്ട്. 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വരുന്നുണ്ട്. അതുവരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കളിയേ ഇല്ല. കഴിഞ്ഞാൽ പിന്നെ കഥയില്ല, കഥ പറച്ചിലില്ല, ഒരു പരിപാടിയില്ല, നേരെ എക്സിക്യൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും കളിക്കാനില്ല. അങ്ങനെയാണ് പ്ലാൻ. അപ്പൊ 2036 മാത്രം നിങ്ങൾ നോക്കിയാൽ അതുവരെ ഞാൻ കുറെ കാര്യങ്ങൾ കാണിക്കാം. ഇതെങ്ങനെയാ ഭരിക്കണ്ടേ, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം,
അല്ലെങ്കിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആയിരിക്കും അങ്ങനെ ആയിരിക്കും വിചാരിച്ചതേ. അല്ലെങ്കിൽ ഇവൻ എന്താണ് BJP ആയിട്ട് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ്, മനസ്സിലാവട്ടെ, ആണെന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് അവൻ NDAയുടെ ഭാഗമായിട്ടുള്ള 2020 പോയി ചേർന്നു പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെന്താ സംഭവിച്ചെന്നറിയോ? ഇവൻ ചെന്നിട്ട് ചോദിച്ചു ഇങ്ങനെ എന്നെ കൂടെ ടീമിൽ എടുക്കാവോന്ന്. അപ്പൊ അവർക്ക് മനസ്സിലായി അങ്ങനെയല്ല. അപ്പൊ അവർക്ക് മനസ്സിലായി ഏതൊരു പൊട്ടനാന്ന്. എന്നാ വാ മോനെ കളിപ്പിക്കാന്ന് പറഞ്ഞു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അതായത് ഈ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ഓൺലൈൻ വേട്ടാവളിയന്മാർക്ക് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ഒരു ഉപഹാരം നൽകുന്ന നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മരവാണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ കേരളത്തിലെ ഓൺലൈൻ മാധ്യമ തമ്പ്രാക്കന്മാരുടെ മലനാടൻ ഉളയ്ക്കായിരുന്നു ഒരെണ്ണം കിട്ടിയത്. അതിനുശേഷം കിട്ടിയത് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്നുണ്ട് ഘോരഘോരം മറ്റ് എതിരാളികളെ അടിച്ച് നിലംപരിശാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ചാണകം. പക്ഷെ ഇതിലൊക്കെ വളരെ രസകരമായിട്ട് തോന്നിയത്, ഹരിന്ന് എഴുതുമ്പോഴത്തേക്ക് പറ എന്ന് വായിക്കുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ, നമ്മുടെ പാലക്കൽ വടയക്ഷി, അതിനും കൊടുത്തു നമ്മുടെ ഗവർണർ ഒരു ഉപഹാരം. പിന്നെ മാനുഫാക്ചറിംഗ് ഡിഫക്ട് സംഭവിച്ചിട്ടുള്ള അംഗവൈകല്യ വികൃതങ്ങളോടുകൂടി വന്നിരുന്ന് വാർത്ത ചെയ്യുന്ന മറ്റൊരു സാധനം ഉണ്ടല്ലോ, മുസങ്കി കാരാട്ട്. അങ്ങനെ ഇതുപോലുള്ള കുറെ മരവാഴകൾക്ക് ഈ ഗവർണർ കൊടുത്തപ്പോഴത്തേക്ക് ഇതിലും വലിയൊരു ഗതികേട് ഇനി നമ്മുടെ കേരളത്തിലെ ജനസമൂഹം അറിയാനുണ്ട്. അപ്പൊ നമ്മുടെ ഈ ചാണക ശ്രീജിത്ത് പണിക്കർക്കും കൊടുത്തിട്ടുണ്ട് BJP ഒരു ഓഫർ. ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും പോയി നിന്നോളൂ, ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നോളൂ, 8 നിലയിൽ പൊട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവന് ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് താരമായിട്ടുള്ള ഇപ്പോ ചാണകത്തിലേക്ക് ചവിട്ടിയിട്ടുള്ള ഇവൻ കുറെ കാലമായിട്ട് ഇവന്റെ മനസ്സ് ചാണകത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്നുള്ളത് പല വീഡിയോകൾ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവനിപ്പോ കൊല്ലത്ത് എവിടെയോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. കൊല്ലത്ത് നല്ലവരായിട്ടുള്ള ജനങ്ങൾ ഇവന് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുമെന്നുള്ളതും നമുക്കറിയാം. ഇതുപോലുള്ള മരവാഴകൾ ഈ കേരളത്തിലെ പൊതുസമൂഹങ്ങൾക്ക് എന്താണ് ഇവനൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത്രയും കാലമായിട്ട്? ഇവനെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടി മറ്റുള്ളവനെയൊക്കെ ചൂഷണം ചെയ്ത് അവനെയൊക്കെ ഉപദ്രവിച്ചുമൊക്കെയാണ് ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. സംഘപരിവാറിനെതിരെ ഘോര സംസാരിച്ച് ഞാനൊരു മതേതരനാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നുണ്ട് വീമ്പളക്കിയിട്ടുള്ള ഇവനെ നമുക്ക് മനസ്സിലായല്ലോ, നട്ടലില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. നട്ടലിന്റെ ഭാഗത്ത് ഏതോ വാഴപ്പിണ്ടിയാണ് ഇവന് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം EDയെയും പേടിച്ച് ഇവൻ പറഞ്ഞിട്ടുള്ള ആ വാക്ക് ഇതുപോലുള്ള ചാണകക്കുഴിയിലേക്ക് പോയി വീഴാനാണ് ഇവനെ പോലുള്ള ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ. ഇനി എത്ര എണ്ണം വീഴാൻ കിടക്കുന്നു, ഇനി എത്രയൊക്കെ നമ്മൾ ഈ കേരളത്തിൽ കാണാൻ കിടക്കുന്നു. എന്തായാലും നമ്മുടെ ചെകുത്താനെ പോലുള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇവനെ പോലുള്ള ചാണകങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ബെസ്റ്റ് ബെസ്റ്റ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.